ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവരെ, യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ആർക്കെങ്കിലും ഈ ദൈവത്തിൻ്റെ വചനം കേട്ട് രക്ഷാനിർണയം പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് പ്രാപിക്കട്ടെ. അതിൻ്റെ പ്രതിഫലം ദൈവം നമുക്ക് നൽകുവാനായിടയായിത്തീരും. ഈ സമയം ചിന്തയ്ക്കാടുത്ത വിശുദ്ധ വേദഭാഗം വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ പറയുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ശബ്ദത്തിന്, അതായത് മനുഷ്യൻ്റെ ശബ്ദത്തിന് ഒരു പരിമിതിയുണ്ടല്ലോ. അതിനപ്പുറമായിട്ട് നമ്മുടെ ശബ്ദം നമുക്ക് വേണമെങ്കിൽ നാം മൈക്ക് ഉപയോഗിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് മൈക്കിൻ്റെ ഏതൊരു ആവശ്യം തന്നെ ഇല്ല എന്ന് നമുക്ക് നന്നായിട്ടറിയാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 29-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു. യഹോവയുടെ ശക്തിയോടെ കർത്താവ് മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകതയാണ് ഹല്ലേലൂയ. ആ വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു. 1, 2 ശക്തിയോടെ മുഴങ്ങുന്നു. 3 മഹിമയോടെ മുഴങ്ങുന്നു. 4 ദേവദാരുക്കളെ തകർക്കുന്ന ശബ്ദമാണ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവായ യേശുവിൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകത 1, യേശുക്രിസ്തുവിൻ്റെ ശക്തിയെയാണ് ഇത് കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു. അതിൻ്റെ മുഴക്കം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു. അതിൻ്റെ മുഴക്കം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു എന്നാണ് യെഹെസ്കേൽ പറയുന്നത്. മാർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ 4-ാം അധ്യായം 39-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. നോക്കി, കർത്താവ് യേശു സഞ്ചരിച്ച ആ പടകിന് നേരെ ആ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി. പടകിൽ തിര തള്ളിക്കയറുകയായിരുന്നു. ആ പടക് മുങ്ങുമാറായി. ആ സമയത്ത് നമ്മുടെ കർത്താവ് അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ശിഷ്യന്മാർ കർത്താവിനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയേ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ നിമിഷത്തിൽ നമ്മുടെ ജീവനമാകുന്ന പടകിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ കുടുംബത്തിൽ ഒക്കെ നാം ആഗ്രഹിക്കാത്ത നിലയിലുള്ള പ്രതികൂലങ്ങൾ തള്ളിക്കയറുമ്പോൾ നാം ശിഷ്യന്മാർ യേശുവിനെ ഉണർത്തി കർത്താവിനോട് പ്രാർത്ഥിച്ചതുപോലെ, ഹല്ലേലൂയ, ഞാനും നിങ്ങളും നമ്മുടെ ജീവിതമാകുന്ന പടകിൽ, നമ്മുടെ സഭയിലായിക്കോട്ടെ, നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ, നാം ആഗ്രഹിക്കാത്ത പ്രതികൂലങ്ങൾ തള്ളിക്കയറുമ്പോൾ നാം നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ മുഴങ്ങാൽ മടക്കി മുട്ടിന്മേലായിരുന്നു കൊണ്ട് കണ്ണുനീരോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മുടെ കർത്താവ് നമുക്ക് നൽകി തരുവാനായിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. നോക്കിയ യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിൻ്റെ 43-ാമത്തെ വാക്യത്തിൽ ഇത് പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു എന്ന് നമുക്ക് കാണുന്നു. അപ്പോൾ നോക്കിയാൽ ലാസറിൻ്റെ കല്ലറക്കൽ ചെന്ന് കർത്താവ്
ആമേ എന്താണ് അവിടെ പറഞ്ഞത്? ആമേ ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ കർത്താവ് വിളിച്ച മാത്രയിൽ തന്നെ ആമേ മരിച്ച ലാസറിന് അവിടെ അവനെന്തെയാ ജീവൻ അവനിലേക്ക് മടങ്ങി വരുവാനായിടയായിത്തീർന്നു. ഇനി നമ്മൾ മാർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു ഗദരദേശത്തിലെ ഭൂതഗ്രസ്തനായ മനുഷ്യനുള്ള ആത്മാവിനെ അവൻ നിന്ന് വിട്ടുപോകുവാൻ കർത്താവ് അവയെ കൽപ്പിക്കുവാനായിടയായിത്തീർന്നു. ആ അശുദ്ധാത്മാവ് അവനിൽ നിന്ന് വിട്ടുപോയി എന്ന് നമുക്ക് കാണുവാനായി സാധിക്കും. അത് അവിടെ ഉണ്ടായിരുന്ന പന്നികളിലേക്ക് കടന്നു. അവ ഏകദേശം 2000-ഓളമായിരുന്നു. അപ്പോൾ നോക്കിയേ, ആ അശുദ്ധാത്മാ ബാധിച്ച മനുഷ്യനോടും യേശു അവനിലുണ്ടായിരുന്ന അശുദ്ധാത്മാവിനെ അവനിൽ നിന്ന് വിട്ടുപോകുവാൻ കർത്താവ് കൽപ്പിച്ചപ്പോൾ തന്നെ അവനിൽ നിന്നത് വിട്ടുപോയതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്തു നടന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആ ഏകദേശം 38 വർഷം രോഗം പിടിപെട്ട് കിടന്നിരുന്ന മനുഷ്യനെ ആരും അവനെ സഹായിപ്പാനില്ലാതിരുന്ന സന്ദർഭത്തിൽ കർത്താവ് അവനെ കണ്ടിട്ട് അവനോട് യേശു പറയുകയാണ്, നിന്റെ കിടക്ക എടുത്ത് നടക്ക. യേശു അവനോട് പറഞ്ഞപ്പോൾ ക്ഷണത്തിൽ അവൻ്റെ മേൽ വാണ ആ രോഗമന്ത്യ വിട്ടുപോകുവാനായിടയായി തീർന്നു. അപ്പോൾ കർത്താവിൻ്റെ ആ ശബ്ദത്തിൻ്റെ വാക്കുകളുടെ ശക്തിയാണ് ഈ സമയം ഞാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് 4-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ എല്ലാവരും യേശുവിനെ പുകഴ്ത്തി. എന്താണ്? അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ജനം ആശ്ചര്യപ്പെടുവാനായിടയെത്തുന്നു. അപ്പോൾ കർത്താവിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ ലാവണ്യമുള്ള വാക്കുകളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുവാനായിട്ട്. അപ്പോൾ യേശുവിൻ്റെ വാക്ക് ശക്തിയുള്ള വാക്കാണ്, ലാവണ്യമുള്ള വാക്കുകൾ എന്നാണ് മനസ്സിലാകുന്നത്. ഇനി മാത്രമല്ല, കർത്താവിൻ്റെ വാക്ക് നമുക്ക് ആശ്വാസം നൽകുന്ന വാക്കാണ്. മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അധ്വാനിക്കുന്നവനും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. അപ്പോൾ നോക്കിയേ, യേശു കർത്താവിൻ്റെ വാക്ക് ആശ്വാസം തരുന്ന വാക്കാണ്. ആശ്വാസമില്ലാതെ ഈ സമയത്ത് ആരെങ്കിലും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, രോഗത്താൽ ആരെങ്കിലും പ്രയാസപ്പെടുകയാണെങ്കിൽ, കുടുംബത്തിനെതിരായിട്ട് വ്യക്തിപരമായ ജീവിതത്തിൽ സഭയ്ക്കെതിരായിട്ട് പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുകയാണെങ്കിൽ കർത്താവിനോട് നമ്മൾ അപേക്ഷിക്കുമ്പോൾ കർത്താവ് നമ്മുടെ അപേക്ഷ കേട്ട് നമുക്ക് വിടുതലും ആശ്വാസം തരുവാനായിടയായിത്തീരുമെന്ന് ഈ തരണത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഓരോരുത്തന് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ എന്നാണ്. അപ്പം നോക്കിയേ, നമ്മൾ ഓരോ വ്യക്തികളോട് നമ്മൾ എപ്രകാരമാണ് സംസാരിക്കേണ്ടത് എന്നാണ് പൗലോസ് കൊലോസ്യ വിശ്വാസികളോട് പറയുന്നത്, സഭയോട് വിളിച്ചു പറയുന്നത്. എങ്ങനെ ഉത്തരം പറയണം? നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയ വാക്കുകളായിരിക്കണം. നമ്മുടെ വാക്കുകൾ ഉപ്പിനെ പോലെ രുചി വരുത്തുന്ന വാക്കുകളായിരിക്കണം. ഹാലല. വേർഭാഗത്ത് പറയുന്നത് മറ്റൊരാൾക്ക് ആത്മീകമായ വർധന ഉണ്ടാകേണ്ടതിന് നമ്മുടെ വായിൽ നിന്ന് ആകാത്ത വാക്കുകളൊന്നും തന്നെ സംസാരിക്കാതെ കൃപയോടുകൂടിയ വാക്കുകൾ തന്നെ നാം സംസാരിക്കുന്ന കൃപ കൃപ പെരുകേണ്ടതിന്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വായിലെ വാക്കുകൾ വളരെ പ്രാധാന്യമർഹിക്കുന്നു എന്ന് നാം മറന്നു കളയരുത് പ്രിയമുള്ളവരെ. ആകയാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയാണ്. യേശുക്രിസ്തുവിൻ്റെ ശക്തിയെ കാണിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് പ്രകൃതിയുടെ മേൽ അവൻ അധികാരമുണ്ട്. യേശു കർത്താവിന് രോഗത്തിന്മേൽ അധികാരമുണ്ട്. യേശു ക്രിസ്തുവിന് പിശാചിന്മേൽ അധികാരമുണ്ട്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നാമും അതായത് വിശുദ്ധന്മാരും അധികാരത്തോടെ വിശ്വാസത്തോടെ കൽപ്പിക്കുമ്പോൾ ഹല്ലേലൂയ പ്രതികൂലങ്ങൾ നമുക്ക് വഴിമാറുവാനായിടയായിത്തീരും. വേദഭാഗം പറയുന്നു, പാമ്പുകളെ തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. നമ്മുടെ കർത്താവ് നമുക്ക് അധികാരങ്ങൾ തന്നിരിക്കുകയാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ആകയാൽ നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ അതേ വാക്ക് പെരുവെള്ളത്തിൻ്റെ ഇരച്ചൽ പോലെയാണ്. ആ ശക്തിയെ
കാണിക്കുകയാണ്. ഒരു വാക്ക് കർത്താവ് ആമേൻ നമ്മോട് പറഞ്ഞാൽ, നമ്മുടെ കുടുംബത്തിനെതിരായ ഒരു വാക്ക് ആമേൻ കർത്താവ് കൽപ്പിച്ചാൽ അതങ്ങനെ തന്നെ സംഭവിക്കും പ്രിയമുള്ളവരെ. ആകയാൽ സ്തോത്രം, നമ്മുടെ കർത്താവിനോട് ആമേൻ നമുക്ക് അപേക്ഷിക്കാമോ? നമ്മുടെ ആവശ്യം എന്താണ്? നമ്മുടെ ഭാരങ്ങൾ എന്താണ്? ഹല്ലേലൂയ. നാമേ ഭയം കൂടാതെ കർത്താവേ ആമേൻ അങ്ങക്ക് അധികാരമുള്ളവനാണ്, അങ്ങ് ശക്തിയുള്ളവനാണ്, അവൻ അങ്ങ് ബലവാനായ കർത്താവ് തന്നെയാണ്, അങ്ങ് അത്ഭുത മന്ത്രി തന്നെയാണ്. ആകയാൽ സ്തോത്രം, എളിവന് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി അങ്ങ് ആമേൻ ആ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ, അങ്ങ് ഒരു വാക്ക് കൽപ്പിക്കണമെന്ന് ഈ സമയം നമുക്ക് നമ്മുടെ കർത്താവിനോട് പറയാം, പ്രാർത്ഥിക്കാം. ഒരു വാക്ക് സ്നേഹനിധിയായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഹല്ലേലൂയ. ഈ നിമിഷത്തിൽ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ, അങ്ങയുടെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയെന്ന്, അങ്ങയുടെ ആമേ വാക്കുകൾക്ക് ശക്തിയുണ്ട് എന്ന് ഈ വചനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്ന. ആകയാൽ അങ്ങേക്ക് ഞങ്ങൾ നന്ദി, സ്തുതി, സ്തോത്രം അർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതേക്കായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.